ITV ന്യൂസ് എക്സ്ക്ലൂസീവ് KCയെ വെട്ടി. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും വി ഡി സതീശന്റെയും സംഘത്തിന്റെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ KC വേണുഗോപാലിനെ വെട്ടി വി ഡി സതീശനിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള AICC പത്രസമ്മേളനത്തിലേക്ക് ആ പ്രഖ്യാപനത്തിനായി പോകുന്ന കവറിൽ വി ഡി സതീശന്റെ പേരാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. KC വേണുഗോപാലിനെ അനുനയിപ്പിക്കുവാനുള്ള ആ ചർച്ചയ്ക്കൊടുവിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ KC ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. തനിക്ക് ആ പദം കിട്ടിയില്ലെങ്കിൽ RCയെ പരിഗണിക്കണം എന്ന ഒരു സജഷനാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. KCയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർട്ടിയെ പിളർത്തും. മുസ്ലിം ലീഗും അതുപോലെ തന്നെ സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരും ഘടകകക്ഷികളും എല്ലാം ചേർന്ന് ഇടതുപക്ഷവുമായി ചേർന്ന് ഒരു അട്ടിമറി ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു ഫോർമുല അവർ നൽകിയിരുന്നു. അതുപ്രകാരം ഇടതുപക്ഷത്തിന്റെ 35 സീറ്റും മുസ്ലിം ലീഗിന്റെ 22 സീറ്റും ജോസഫ് ഗ്രൂപ്പിന്റെ 7 സീറ്റും മറ്റ് RSPയുടെ 2ഉം ഒക്കെ പിന്നെ സതീശൻ അനുകൂലികളായ ആളുകളോട് ചേർത്ത് കേവല ഭൂരിപക്ഷം തങ്ങൾ ഒപ്പിക്കും എന്ന തരത്തിലൊരു ഫോർമുല കൊടുത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ഇവർ ട്രാപ്പ് ചെയ്തു, വെല്ലുവിളിച്ചു. അങ്ങനെ അവസാനം വി ഡി സതീശന്റെയും മാഫിയകളുടെയും ആ വിരട്ടലിന്റെ മുന്നിൽ കോൺഗ്രസ് നേതൃത്വം നാണം കെട്ട് മുട്ടുമടക്കി ഇപ്പോൾ 12 മണിക്ക് പ്രഖ്യാപനം നടത്തും. അത് വി ഡി സതീശനെ ആക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ലോകമെമ്പാടുമുള്ള ആ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ എക്സ്ക്ലൂസീവ് വാർത്ത അവതരിപ്പിക്കുന്നു. അവസാനം അട്ടിമറിക്കപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശന്റെയും മാഫികളുടെയും മുന്നിൽ മുട്ടുമടക്കി ഇന്ന് 12 മണിക്ക് നടക്കാൻ പോകുന്ന ആ AICC വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുവാൻ പോകുന്ന പേര് മറ്റാരുടെയുമല്ല, അത് വി ഡി സതീശന്റെയാണ്. അതിന് കാരണം CPM-മായി ചേർന്ന് LDF-മായി ചേർന്ന് ആ 35 സീറ്റും മുസ്ലിം ലീഗുമായി ചേർന്ന് 22 അങ്ങനെ കേവല ഭൂരിപക്ഷം തങ്ങൾ ഉണ്ടാക്കും എന്ന് വെല്ലുവിളിച്ച് വി ഡി സതീശനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പാർട്ടിയെ പിളർത്തും, ഇവിടെ അട്ടിമറി നടത്തി ഭരണം കൈയാളും എന്ന ആ വിരട്ടലിന് മുന്നിൽ ഒടുവിൽ നമ്മുടെ പപ്പുമോനും സംഘവും വീണു. ഗതികെട്ട് നാണം കെട്ട് ഇന്നിതാ AICC സമ്മേളനം നടത്തുവാൻ പോവുകയാണ്. ഇതിന്റെ പേരാണ് ഗതികേട്. ഇതുപോലൊരു കഴിവില്ലാത്ത ഒരു കോൺഗ്രസ് നേതൃത്വം, ഒരു നേതാവിത, ഒരു സോഷ്യോപാത്ത് ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് കൈക്കലാക്കി ഒരു മാഫിയ സംഘത്തിന്റെ സഹായത്തോടെ ഇതാ കേരളത്തിന്റെ ഭരണം കൈയാളാൻ പോകുന്ന ആ വാർത്താ സമ്മേളനത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ITV ന്യൂസ് എക്സ്ക്ലൂസീവ് KCയെ വെട്ടി വരാൻ പോകുന്നത് വി ഡി സതീശനാണ് എന്നുള്ള ആ വാർത്ത ഞങ്ങൾ AICCയുടെ ആ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ലോകത്തെ അറിയിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ മഹാത്ഭുതം സംഭവിക്കണം. അങ്ങനെ ഓരോ നിമിഷവും മാറി മറിയുന്ന അട്ടിമറികളാണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായ വിവരം എന്ന് പറയുന്നത് ഇവന്മാർ നാണം കെട്ടു. KC വേണുഗോപാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള അവരെ വിരട്ടി അവരുടെ ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. വി ഡി സതീശനെ ആക്കിയില്ലെങ്കിൽ കോൺഗ്രസിനെ പിളർത്തി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് മറ്റൊരു കൂട്ടായ്മയുണ്ടാക്കി കേരളത്തിന്റെ ഭരണം കൈയാളും എന്ന തരത്തിലേക്കുള്ള ഒരു ഫോർമുല വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ അതിനെ പ്രതിരോധിക്കാൻ മാർഗമില്ലാതെ രാഹുൽ ഗാന്ധിയും സംഘവും ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുവാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കാണാം, ഡൽഹിയിൽ ആ പ്രഖ്യാപനം നടത്തുവാൻ പോവുകയാണ്. മണിക്കൂറുകളോളം KC വേണുഗോപാലുമായി സംസാരിച്ചു. അവസാന നിമിഷം വരെ KC വേണുഗോപാൽ അയവാൻ തയ്യാറല്ലായിരുന്നു. അവസാന നിമിഷമാണ് ഈ പ്രഖ്യാപനം നടക്കും, ഇപ്രകാരം ഒരു മൂവ്മെന്റുമായി കോൺഗ്രസ് നേതൃത്വം പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ KC വേണുഗോപാൽ ഒരു കണ്ടീഷൻ വെച്ചു. എനിക്ക് അവസരം തന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ അവസരം കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഈ ഡിസിഷനോട് യോജിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പാണക്കാട് തങ്ങളുമായി അവർ വിളിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആ തങ്ങന്മാര് വി ഡി സതീശന് വേണ്ടി തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ AICC നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല,
അവരുടെ കവറിലിരിക്കുന്ന ആ പേര് മറ്റൊന്നുമല്ല, അത് VD സതീശൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു അട്ടിമറി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫോർമുല നടന്നെങ്കിൽ മാത്രമേ മറ്റൊരു തരത്തിലുള്ള ഡിസിഷൻ ഉണ്ടാവൂ എന്ന് അറിയിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ആ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് എല്ലാവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ്. ആ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും ഒരു വിരാമമായിക്കൊണ്ട്, ആ കാത്തിരിപ്പിന്റെ ആ സസ്പെൻസ് പൊളിച്ചുകൊണ്ട് ITV ന്യൂസ് എക്സ്ക്ലൂസീവായ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന പേര് മറ്റാരുടെയുമല്ല, VD സതീശന്റെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി അവിടെ സംഭവിച്ചു. അവർ ആ ഭയപ്പാടിൽ, ആ വിരട്ടലിൽ വീണു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഡൽഹിയിൽ നിന്നും ആ പത്രസമ്മേളനം ഇപ്പോൾ നമുക്ക് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.